സുഹൃത്തുക്കളെ, നമ്മുടെ നാടുകളിലൊക്കെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ടാകും. ചിലപ്പോൾ ഉസ്താദുമാരായിരിക്കും, പോലീസുകാരുണ്ടാകും, പട്ടാളക്കാരുണ്ടാകും, പൈലറ്റുമാരുണ്ടാകും, എഞ്ചിനീയർമാരുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കൂലിപ്പണിക്കാരുണ്ടാകും. അങ്ങനെ പലവിധ ജോലികൾ ചെയ്തു പോരുന്ന, ജീവിതം ആ ജോലികളിലായിട്ട് കഴിയുന്ന കുറേ പേരുണ്ടാകും. എന്നാൽ അവരുടെ മക്കളൊക്കെ ആ വാപ്പയെ പോലെ തന്നെ ആകാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും. അധികം പേരുടെ മക്കളും അതുപോലെ തന്നെയാണ് ആകാറുള്ളത്. എന്നാൽ ചിലരുണ്ട്, എല്ലാ തെറ്റുകളും ചെയ്യും, ധാരാളം തെറ്റുകൾ ചെയ്യും ജീവിതത്തിൽ. മക്കളുണ്ടായിരിക്കാം, മക്കളുടെ മുമ്പിൽ വെച്ച് ചെയ്യും. പക്ഷേ എന്നിട്ട് ആ മക്കളോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ പോലെ ആകണ്ട, ഇതെങ്കിലും ഇനി നന്നായി വളരും, ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് എന്നെ പോലെ ആകരുത് എന്നുള്ളൊരു വാക്ക് അവിടെ പറയും. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ സമയത്തിൽ ആ മകൻ നന്നായി എന്ന് വെച്ചുകൊണ്ട്, അത് ഉപ്പാന്റെ വാക്ക് കേൾക്കണമല്ലോ എന്ന് ചിന്ത വെച്ചുകൊണ്ടായിരിക്കും പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നത്, നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുന്നത്. എന്നാൽ പിന്നീട് ആ മകൻ നന്നാവുകയില്ല ചെയ്യുക. ഉപ്പ നിസ്കരിക്കാറില്ല, എന്നിട്ട് മകനോട് പറയും, നീ എന്നെ പോലെ ആകണ്ട, നല്ല രീതിയിൽ നീ വളരും, ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഒരിക്കലും പറയരുത്. കേവലം വാക്കുകൊണ്ട് മാത്രം ആ മകനെ നന്നാക്കി എടുത്തിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും നല്ല നന്മകൾ ചെയ്തുകൊണ്ട് ആ മക്കൾക്ക് കാണിച്ചു കൊടുക്കലാണ് അതിൻ്റെ യഥാർത്ഥ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലേ നമ്മുടെ മക്കളും നല്ല രീതിയിൽ വളരുകയുള്ളൂ. അല്ലെങ്കിൽ വാപ്പയെ പോലെ തന്നെ ചലനമറ്റ രീതിയിലായിരിക്കും, എല്ലാ നന്മകളിൽ നിന്നും വേർതിരിഞ്ഞുകൊണ്ട് തിന്മകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് നല്ല നല്ല നന്മകൾ ചെയ്തുകൊണ്ട് അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക. അതാണ് പറഞ്ഞത്, വാപ്പ നിന്ന് മൂത്രമൊഴിച്ചാൽ മക്കൾ നടന്ന് മൂത്രമൊഴിക്കുമെന്നുള്ളത് നാം വളരെയധികം ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതുണ്ട്.